വിജയുടെ വാഹനം പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന നിശ്ചിത സ്ഥലത്തിന് ചുറ്റുമാണ് ജനം തങ്ങിക്കൂടിയത്. താരത്തെ ഏറ്റവും അടുത്തു കാണാനുള്ള ആവേശമായിരുന്നു അത്. കരൂരിലെ ഓവർ ബ്രിഡ്ജിന് സമീപം വിജയുടെ വാഹനം എത്തിയത് 6 മണിക്കാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് റാലി നടക്കുന്നത്. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് മാത്രമാണ് ആ വാഹനത്തിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കേണ്ട യോഗത്തിന് അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് 7 മണിയോടുകൂടിയാണ് വിജയുടെ വാഹനം എത്തുന്നത്. ആ വാഹനത്തിന് പിന്നാലെയും ആയിരങ്ങൾ എത്തിയിരുന്നു. രാവിലെ മുതൽ കാത്തു നിന്നവരുടെ അടുത്തേക്കാണ് വിജയുടെ വാഹനത്തെ പിന്തുടർന്നെത്തിയവർ കൂടിച്ചേർന്നത്. വിജയുടെ വാഹനത്തിന് വഴിയൊരുക്കാനായി വോളണ്ടിയർമാർ ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ ദുരന്തം ആരംഭിച്ചു എന്ന് പറയാം. കാരണം നീങ്ങാൻ ഒരിഞ്ച് സ്ഥലമില്ലാത്ത പ്രദേശത്താണ് ഈ ഉന്തും തള്ളുമൊക്കെ തുടങ്ങിയത്. നീങ്ങാൻ സ്ഥലമില്ലാതെ ശ്വാസം മുട്ടി നിന്നവർ തലകറങ്ങി വീഴാൻ തുടങ്ങി. അവരെ ചവിട്ടി മറ്റുള്ളവർ ഓടാൻ തുടങ്ങി. അവരെല്ലാവരും ഒരു ഷെഡിലേക്കാണ് തിക്കി തിരക്കി വീണത്. അത് ജനറേറ്റർ വെച്ചിരുന്ന ഒരു ഷെഡായിരുന്നു. OB വാനും അവിടെ പാർക്ക് ചെയ്തിരുന്നു. നീങ്ങാൻ 1 സെന്റിമീറ്റർ പോലും ഇടമില്ലാത്തിടത്തേക്കാണ് 100 കണക്കിന് പേര് ഉന്തി മാറ്റാൻ ശ്രമിച്ചത്. അതോടെ ഈ ദുരന്തം അനിവാര്യമായി. ഇതിനിടയിൽ വിജയുടെ വാഹനത്തിൽ നിന്നും എറിഞ്ഞ വെള്ളക്കുപ്പികൾക്കായി ജനം പിടിവിലി കൂട്ടിയതും ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു.